ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണ പ്രക്രിയയെ സ്ഥായിയായിട്ട് സഹായിക്കുന്ന, സ്ഥായിയായിട്ട് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കേരള ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഗാന്ധി ദർശൻ. മഹാത്മാഗാന്ധിയെ മാതൃകയാക്കി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ പരിപാടി ആരംഭിച്ചത്. ആ കാലഘട്ടം മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് ക്യാമ്പുകൾ നടത്തിക്കൊണ്ട്, സെമിനാറുകൾ നടത്തിക്കൊണ്ട്, ചർച്ചാ ക്ലാസുകൾ നടത്തിക്കൊണ്ട് സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി ഗാന്ധി സ്മാരക നിധിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ 2000 കൂടിയാണ് അതിന് ശക്തമായ സുസംഘടിതമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് ഗാന്ധി ദർശൻ പരിപാടി ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് അവതരിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചത്. ആ കാലഘട്ടം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ തലങ്ങളിലും സുശക്തമായ കമ്മിറ്റികൾ സംഘടിപ്പിച്ചു. ആ കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് സ്വഭാവ രൂപീകരണ പ്രക്രിയ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഗാന്ധിയുടെ ജീവിതവും ദർശനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം പോരാ, മഹാത്മാഗാന്ധിയെ മാതൃകയാക്കി അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൈകൾക്കും അതുപോലെ തന്നെ അവരുടെ മനസ്സുകൾക്കും അവരുടെ തലയ്ക്കും ശക്തമായ സ്വാധീനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്ന് അതിനാവശ്യമായ പരിശീലന പരിപാടികൾ ആവശ്യമാണെന്ന് തീരുമാനിച്ച് അത്ര ഒരു പരിപാടിയാണ് 2000 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നതിന് ആരംഭിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗാന്ധിജിയെ പരിചയപ്പെടുത്തുന്നതിന്, ഗാന്ധി ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്, ഗാന്ധി ദർശനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ച് അത് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അവർക്ക് സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സഹകരണത്തിൻ്റെ പുതിയ മാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന്, അവരെ അതിൽ പങ്കാളികളാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികൾ ആരംഭിച്ചു എന്നുള്ളതാണ് 2000 മുതൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പരിപാടിയുടെ സവിശേഷത. നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളെ അവർ ഭാവി തലമുറയുടെ പ്രതിനിധികളാണ്. അവർക്ക് ശക്തമായ സ്വഭാവ രൂപീകരണ പ്രക്രിയ, അതിൻ്റെ അടിത്തട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. തലമുറകളുടെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് നമ്മൾ അതിനെ കാണുകയും നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പൂന്തോട്ടമുണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനം അവരെ ഏൽപ്പിച്ചു. സ്കൂളുകളിലെ ചപ്പിയവറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള
ക്ലീനാക്കി വയ്ക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. ഇപ്പോൾ സമീപ ഭാവിയിൽ നമ്മൾ മില്ലറ്റ് കൃഷി വരെ നടപ്പിലാക്കുന്ന പദ്ധതി സ്കൂളുകൾ നടപ്പിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കക്കൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിൽ അവരെ ഏർപ്പെടാൻ തുടങ്ങി. ഇതിലൊക്കെ പുറമെ അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവരെ പരിശീലനം കൊടുത്ത് അവർ സോപ്പ് ഉണ്ടാക്കുന്നു, സ്ക്വാഷ് ഉണ്ടാക്കുന്നു, ലോഷൻ ക്ലീനിങ്ങിന് ആവശ്യമായ ലോഷൻ ഉണ്ടാക്കുന്നു, ജാം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള അവരുടെ വീടുകളിലേക്ക് ആവശ്യമായ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങളെ അവരെ പങ്കാളികളാക്കി സ്വാശ്രയത്വത്തിൻ്റെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിച്ച് ആ ഒരു തലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നു. സ്കൂളിലെ വാർത്താ ബോർഡ് അവർ വാർത്തകൾ എഴുതുന്നു, സ്കൂൾ കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുന്നു, ഗാന്ധി ആൽബം തയ്യാറാക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ശാന്തിയുടെ സന്ദേശവാഹകരാക്കി അവരെ മാറ്റുന്ന ശാന്തി സേനയുടെ ഗ്രൂപ്പും രൂപീകരിച്ചു. ഇങ്ങനെ പല തട്ടുകളിലായിട്ട് സെമിനാറിൻ്റെ മേഖലകളിലേക്ക് സെമിനാർ സ്വയം സംഘടിപ്പിക്കുന്നവരായി മാറുക, ചർച്ചകൾ സ്വയം സംഘടിപ്പിക്കുന്നവരായി മാറുക. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും അധ്യാപകരുടെ നേതൃത്വത്തിൽ PTA നേതൃത്വത്തിൽ അവരെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആ പ്രക്രിയയിലേക്ക് കൊണ്ടുവന്ന് അക്രമരാഹിത്യത്തിൻ്റെ സന്ദേശ പ്രചാരകരായിട്ട് അവരെ മാറ്റുക. അവരെ സത്യവും അഹിംസയും വളർത്തിക്കൊണ്ടുവരിക. സത്യം സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അവരെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അവരിലേക്ക് സ്വഭാവ രൂപീകരണ പ്രക്രിയ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ പരസ്പരം സഹായിക്കണമെന്നുള്ള മനസ്ഥിതി അവരിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ അവരവർക്ക് ആവശ്യമായ സാധനം അവരവർ തന്നെ ഉണ്ടാക്കുന്നതിനാവശ്യമായ അടിസ്ഥാനപരമായ പരിശീലനം കൊടുത്ത് ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ആൾക്കാരാക്കി മാറ്റുക. ഈ പ്രവർത്തനമാണ് ഗാന്ധി ദർശനിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ സ്കൂളുകളിൽ കൂടി കേരള ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അത്തരം പരിപാടികളെല്ലാം അവർ വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതിൽ അപ്പുറത്തേക്ക് പോയി അവരെ കൊണ്ടുപോയി അവരിലേക്ക് നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവന്ന് അവരെ പ്രവർത്തിക്കുന്ന അവരുടെ കൈകൾക്ക്, കാലുകൾക്ക്, അവരുടെ മനസ്സുകൾക്ക് പ്രവർത്തനത്തിന് രൂപം കൊടുത്ത് ആ പ്രവർത്തന പരിപാടികളെ അവരെ പങ്കാളികളാക്കി സ്വഭാവ രൂപീകരണം ഒരു ഉറച്ച പ്രവർത്തനമാക്കി നമ്മുടെ 3 മുതൽ 13 വയസ്സ് വരെ കാലഘട്ടത്തിലുള്ള കുട്ടികളിലേക്ക് സത്യത്തിൻ്റെ, അഹിംസയുടെ, സേവനസന്നദ്ധതയുടെ, സ്വദേശിയുടെ പ്രാഥമികമായിട്ടുള്ള എല്ലാ പരിശീലനവും അവർ കൊടുക്കുന്ന ഗാന്ധി ദർശൻ പരിപാടി, ആ ഗാന്ധി ദർശൻ പരിപാടി സ്കൂളുകളിൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൻ്റെ കവാടം കടന്ന് സ്കൂളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഈ സ്കൂളിൽ എന്തോ വലിയ മാറ്റമുണ്ട്. മറ്റ് സ്കൂളുകളിൽ കാണാത്ത, എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷത, പ്രത്യേകത ആ സ്കൂളിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന ആളുകൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് സ്കൂളിൻ്റെ അന്തരീക്ഷം, അതുപോലെ തന്നെ വീടിൻ്റെ അന്തരീക്ഷം, അതുപോലെ തന്നെ നാട്ടിലെ അവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന ഗാന്ധി ദർശൻ പരിപാടി, ആ പരിപാടിയുടെ സമാപന സമയമാണ് മാർച്ച് മാസം. പരീക്ഷാ കാലഘട്ടത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു വർഷം മുഴുവൻ നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് ഏറ്റവും മികച്ച സ്കൂള്, ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച പ്രഥമാധ്യാപകർ, അതിനെല്ലാം നേതൃത്വം നൽകിയ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന ഗാന്ധി ദർശൻ്റെ ഭാരവാഹികൾ, കൺവീനർമാർ, ഉപജില്ലയിലെ കൺവീനർമാർ, വിദ്യാഭ്യാസ ജില്ലയിലെ കൺവീനർ, ജില്ലയിലെ കൺവീനർ, ഇത്തരം പരിപാടികളുടെ എല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന AEOമാർ, DEOമാർ, DDമാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും ആദരിക്കുന്ന പരിപാടി, ആ പരിപാടിയാണ് ഞാൻ ഇന്ന്
ഈ വീഡിയോയുടെ കൂടെ തന്നെ വിഷ്വൽസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ വിഷ്വൽസ് കൂടി കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗാന്ധി ദർശൻ എന്ന് പറയുന്ന ആ പ്രവർത്തന പദ്ധതി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സ്വഭാവത്തിൻ്റെ, സേവന സന്നദ്ധതയുടെ, അക്രമരാഹിത്യത്തിൻ്റെ, സ്വദേശിയുടെ ബാലപാഠങ്ങൾ എത്രമാത്രം പകർന്നു നിൽക്കുന്നതിന് എത്രമാത്രം അടിയുറച്ച ഒരു ചിന്താഗതിയാക്കി അവർ മാറ്റിക്കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമ്മളെല്ലാവരും ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നാളുകളിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാളുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തമാക്കണമെന്നുണ്ട് എങ്കിൽ ഏറ്റവും അത്യാവശ്യം അവരിലേക്ക് എത്തിക്കേണ്ടത് സ്വഭാവ രൂപീകരണ പ്രക്രിയയുടെ ഏറ്റവും ബാലപാഠങ്ങളായ സത്യവും അഹിംസയുമാണ്. സത്യത്തിൻ്റെ പ്രവാചകരായി, അഹിംസയുടെ പ്രവാചകരായി, സേവന സന്നദ്ധ മുഖമുദ്രയുള്ള കുട്ടികളാക്കി, സ്വന്തം കാലിൽ നിൽക്കുന്നതിന് ശേഷിയുള്ള കുട്ടികളാക്കി അവരെ മാറ്റുന്നതിൽ കൂടി ആ ഒരു പ്രവർത്തനത്തിന് നമുക്ക് അടിത്തറയിട്ട് കൊടുക്കാൻ സാധിക്കുകയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഭരണരംഗത്ത് നിൽക്കുന്ന ആൾക്കാരും, സ്കൂളുകൾ തലത്തിൽ നിൽക്കുന്ന അധ്യാപകരും, അതുപോലെ തന്നെ മാതാപിതാക്കളും, അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന്, അതിനാവശ്യമായ ഊന്നൽ നൽകുന്നതിന് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.